ഹലോ ഗൈസ്, വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ്. വീഡിയോ എന്താണെന്നല്ലേ, ഇന്നത്തെ വീഡിയോ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നിരിക്കുന്ന 2-3 ഗിഫ്റ്റിനെ പറ്റി ഞാൻ ഒന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞങ്ങൾ എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് പുള്ളി എൻ്റെ ബർത്ത്ഡേയുടെ കാര്യം മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മോൾ അവിടെ ഇരുന്ന് കാർഡ് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ചോദിച്ചു, ഇതെന്താ നീ കാർഡൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, നാളെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, അച്ഛൻ മറന്നുപോയോ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് പ്രസന്റ് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി ആലോചിച്ചത്, അയ്യോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല, കാരണം എല്ലാ വർഷവും പോയി വാങ്ങിക്കുന്നതാണല്ലോ. ശരിക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിറ്റേ ദിവസമാണ്. പക്ഷെ തലേ ദിവസം തന്നെ എന്തെങ്കിലും തന്നില്ലെങ്കിൽ പറ്റത്തില്ല. നമ്മൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഇല്ല അത് വേണം, ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചു തരും. അങ്ങനെ പുള്ളി പെട്ടെന്ന് ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു. കാരണം എന്നോട് പറയാൻ പറ്റത്തില്ലല്ലോ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകാതെ, വഴക്ക് പിടിച്ചിരിക്കുമ്പോൾ മിണ്ടാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നിട്ട് വെളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. തിരിച്ചു വന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പുള്ളി എനിക്കൊരു സാധനം തന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട്. സത്യം പറഞ്ഞാൽ ആ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. എന്തായിരുന്നറിയോ ഗൈസ്, അതൊരു ചക്കയായിരുന്നു. ഈ രാത്രിയിൽ ആ പുള്ളി പോയി ആ ചക്ക എവിടെ നിന്ന് സംഘടിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. പൊട്ടുചക്ക നമ്മൾ തോരൻ വെക്കാൻ ഇടിഞ്ചക്ക പരുവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അന്ന് അത് വേവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റത്തില്ല. പിന്നെ വേവിക്കാൻ പറ്റാത്ത സാധനം എന്തായാലും പഴിപ്പിക്കാനും പറ്റത്തില്ലല്ലോ, ഒന്നും പറയണ്ട. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് ഞാൻ ഭയങ്കര ഹാപ്പിയായി. എന്താണെന്നല്ലേ, ആ രാത്രിയിൽ ഈ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സന്തോഷത്തിന് എനിക്ക് പുള്ളിക്ക് അറിയാം, ഈവൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം എനിക്ക് ഭയങ്കര ചക്കഭ്രാന്താണെന്ന്. അപ്പോൾ നമ്മൾ കോട്ടയംകാർക്ക് ചക്കയില്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഭ്രാന്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമെന്നുള്ളത് കൊണ്ടിട്ട് പുള്ളി ആ രാത്രിയിൽ എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല ഒരു ചക്കക്കുഞ്ഞുമായിട്ട് കയറി വന്ന് എന്നിട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് എന്നെ വിഷ് ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അന്ന് രാത്രി മൊത്തം ഭയങ്കര സന്തോഷവും ഭയങ്കര ചിരിയായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ബർത്ത്ഡേ വന്നു. പിന്നെ ആ ചക്ക എനിക്ക് തിന്നാൻ പറ്റിയില്ല കേട്ടോ, കാരണം 3-4 ദിവസം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ആ ചക്ക എടുത്ത് ഞാൻ കളയുമായിരുന്നു, അത് വേറെ. പക്ഷേ പിറ്റേ ദിവസം എന്നെ കൊണ്ടുപോയി എനിക്ക് ഡ്രസ്സും ബാക്കി സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു തന്നു. അതില്ലെന്നല്ല, അതും എനിക്ക് തോന്നുന്നു ആ വർഷം കേക്കും ഉണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്ത് ഡിന്നറും കാര്യങ്ങളും എല്ലാം പുള്ളി അറേഞ്ച് ചെയ്ത് തന്നു. പക്ഷേ എങ്കിൽ പോലും ആ തലേ ദിവസത്തെ ഇതിൽ പുള്ളി എനിക്ക് ആ ചക്ക കൊണ്ട് തന്നതാണ് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ തവണ ആയപ്പോൾ ഞാൻ പുള്ളി എടുക്കൽ പറഞ്ഞ്, ഇത്തവണ ചക്കയാണോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് ഇത്തവണ പോയി ചക്ക വാങ്ങിക്കാൻ പറ്റത്തില്ല, ഞാൻ വേറെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. മോൾ എന്നോട് ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ സമയത്ത് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തീരാറായിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമോനാ, അമ്മയ്ക്കൊരു ലിപ്സ്റ്റിക്ക് മതി ഇത്തവണ, ഇതാണ് അമ്മ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക്, ആ ബ്രാൻഡ് എനിക്ക് വാങ്ങിച്ചു തരണം. അതിൻ്റെ ഷെയ്ഡും കൊടുത്തു. അപ്പോൾ എൻ്റെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ ഞാൻ അവൾക്ക് കൊടുത്തിട്ട് ആ സെയിം സാധനം വാങ്ങിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ വാങ്ങിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, എൻ്റെ ഒന്നും പറയാൻ പറ്റത്തില്ല, ഭയങ്കര സർപ്രൈസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കറിയാമായിരുന്നു ഗൈസ്, എന്തെങ്കിലും വള്ളി ആയിട്ട് വരുവുള്ളായിരിക്കുമെന്ന്. എന്നിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. എന്നിട്ട് കഴിഞ്ഞ തവണ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും, നോക്കും മീര, ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് 2 പേരും വിഷ് ചെയ്തു, കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് എല്ലാം ഹാപ്പി ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു. മോളുടേത് ഞാൻ പറഞ്ഞ കറക്റ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആയിരുന്നു. പുള്ളി എന്താ വാങ്ങിച്ചോണ്ട് വന്നതെന്നറിയോ, പുള്ളി എനിക്ക് കഴിഞ്ഞ തവണ കമ്മലാണ് വാങ്ങിച്ചോണ്ട് വന്നത്, ഫാൻസി കമ്മൽ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ എനിക്കൊന്ന് കടവന്ത്രയിൽ നിന്ന് എവിടുന്നോ വാങ്ങിച്ചിട്ട് വന്നു. അത് തുറന്നു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഈ സെയിം ഫീലിംഗ്, കരയണോ ചിരിക്കണോ എന്താണ് എൻ്റെ മനസ്സിൽ കൂടെ പോയെന്നറിയത്തില്ല. ആകെ എനിക്ക് മനസ്സിലെന്നറിയോ, നമ്മുടെ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഒപ്പനയ്ക്ക് പിള്ളേർ ഡാൻസ് കളിക്കാൻ നേരത്ത് അവരൊരു കമ്മലിടത്തില്ലേ, അമ്മാതിരി ഒരു കമ്മലാണ് പുള്ളി എനിക്ക് വാങ്ങിച്ചു തന്നത്. ഫുൾ തിളക്കം, അത്രയും വലിയ കമ്മൽ. അന്നേരം ഞാൻ ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഗിഫ്റ്റ് സന്തോഷത്തോടെ വാങ്ങിച്ച്. അന്നേരം ഇപ്പം എന്നോട് കൊച്ചു പറയാം, അമ്മ ഞാൻ ആ കൊച്ചിനോട് പ്രത്യേകം പറഞ്ഞതാ ഈ സാധനം വാങ്ങിക്കരുതെന്ന്, അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ലെന്ന്. എന്നിട്ടും ഇല്ല, ഇത് അവളിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന്. പക്ഷേ ഇങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് പുതിയ ഡ്രസ്സും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചൊക്കെ തന്ന്, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന കുറേ ആൾക്കാർക്കാണെങ്കിൽ ഇത് വളരെ സില്ലി ആയിട്ട് തോന്നും, ഇതൊരു ഗിഫ്റ്റാണോ അല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന്. പക്ഷേ നമ്മുടെ ലൈഫിൽ നോർമലി പെണ്ണുങ്ങളെ സംബന്ധിച്ച്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു കെയർ അവർ തരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തോന്നും. ഇത് ആക്ച്വലി വലിയ വാല്യൂ ഉള്ള ഗിഫ്റ്റായിട്ട് അവർ മറ്റുള്ള കേൾക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് തോന്നത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ വർഷവും നമ്മൾ ഈ കാര്യങ്ങൾ, ഈ ചക്കയാണെങ്കിലും ഈ കമ്മലാണെങ്കിലും ഒക്കെ, ഇവൻ ആ കമ്മൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലുമില്ല, പക്ഷെ എങ്കിൽ പോലും അത് കിട്ടുമ്പോൾ ഉള്ള നമ്മുടെ ഒരു സന്തോഷമില്ലേ, അതാണ് ഇത്. അതുകൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ഇതേപോലെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാറുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ഇടണം.
ഗൈസ്, ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് കിട്ടിയ ചക്കയുടെയോ കമ്മലിന്റെയോ അല്ല, പക്ഷെ നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി ആ ഒരു ഗിഫ്റ്റ് അവർ തരാൻ കാണിക്കുന്ന ഒരു മനസ്സില്ലേ, ആ തലേ ദിവസം രാത്രി തന്നെ എനിക്ക് എന്തെങ്കിലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച്, ശരിയാണ്, അവർക്കതിന് ആ കമ്മലിനെ പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസിനെ പറ്റിയോ ഒന്നും വലിയ ധാരണയൊന്നുമില്ല. പുള്ളി എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും തലേ ദിവസം തരുന്ന ഈ ഗിഫ്റ്റുകളുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ശരിയാണ്, എനിക്ക് ആ സാധനം ഒന്നും നിറവണ്ണം ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതെനിക്കറിയാം. കാരണം പൊട്ടിയക്കയെന്ന് പോലും പറയാൻ പറ്റില്ല, വാട്ടച്ചക്കയെന്ന് പോലും പറയാൻ പറ്റും. ആയിക്കോട്ടെ, വാട്ടച്ചക്ക ആയിക്കോട്ടെ, പക്ഷേ ആ കമ്മലാണെങ്കിലും. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് ബാക്കി പുള്ളി തന്ന എത്ര വിലപിടിപ്പുള്ള ഗിഫ്റ്റിനേക്കാളും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ ഈ ചക്കയും ഈ കമ്മലും. ഇന്ന് അതാണ് കേട്ടോ. പക്ഷെ ഇന്ന് പുള്ളി എന്താ കൊണ്ട് തന്നെന്നറിയോ, ഇന്ന് പുള്ളി കറിയാം ഞാൻ വീഡിയോ എടുക്കാൻ പോവാന്ന്. അപ്പം ഞാൻ പുള്ളി എടുക്കല് പ്രത്യേകം പറഞ്ഞു, ഇന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഗിഫ്റ്റ് തരുന്നതിനെ പറ്റി എന്തായാലും പറയും, അതുകൊണ്ട് രാശിയാൻ എനിക്ക് നോക്കി വേണം ഗിഫ്റ്റ് തരാമെന്ന്. എന്നിട്ട് ഇന്ന് പുള്ളി എന്താ എനിക്ക് കൊണ്ടു തന്നേന്നല്ലേ, കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കിട്ടിയ ഗിഫ്റ്റിലെ മെയിൻ ഐറ്റം ബലൂൺ, 2 പാക്കറ്റ് അകത്തുമുണ്ട് കേട്ടോ. പിന്നെ അവലോസ് പൊടി, ക്യാരറ്റ് കേക്ക്, ബദാം, പിസ്ത. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കിട്ടാറുണ്ടോ? എനിക്ക് ഇത്തവണ കിട്ടിയതാണ്, പക്ഷെ ഞാൻ ഹാപ്പിയാണ് ഇതിൽ. പിന്നെ മോള് വാങ്ങിച്ചു തന്നാണ് നെയിൽ പോളിഷ്, പിന്നെ പൊട്ട്, കമ്മൽ, അതൊക്കെ വേറെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നാളെ ഡ്രസ്സ് എടുത്തു തരും, നാളെ ഡിന്നറും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ പാർട്ട്ണർക്ക് ഒരുപാട് വില കൂടിയ ഗിഫ്റ്റ് തന്നെ വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. ഇതേപോലത്തെ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലും അതിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നവരായിരിക്കും അവർ. അപ്പം ഇതേപോലത്തെ ചെറിയ ചെറിയ നല്ല നിമിഷങ്ങൾ നിങ്ങളും മിസ് ചെയ്യാതിരിക്കുക. അതേമാതിരി എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മളതിനെ ഫേസ് ചെയ്യുക. പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ മുന്നോട്ടേക്കൊരു ഇത് വേണ്ടേ, നമ്മളെ എന്തെങ്കിലും മുന്നോട്ട് നയിക്കാൻ എന്തെങ്കിലും വേണ്ടേ, അതിനെ ഈ പ്രോബ്ലംസിനെ അതായിട്ട് കാണുക. അപ്പം ഞാൻ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ബൈ.